ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. രാജ്യത്തെ 16ാമത് സെൻസസ് നടപടികൾ അടുത്ത മാസം 1-ാം തീയതി മുതൽ ആരംഭിക്കും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ 8ാമത്തെ സെൻസസാണിത്. ഇന്ത്യൻ രജിസ്ട്രാർ ജനറലും സെൻസസ് കമ്മീഷണറുമായ മൃത്യുഞ്ജയ് കുമാർ നാരായൺ ന്യൂഡൽഹിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം. കുവൈറ്റിലെ ജലശുദ്ധീകരണ പ്ലാന്റിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കുവൈറ്റിലെ ഇന്ത്യൻ എംബസി അനുശോചനം രേഖപ്പെടുത്തി. മരിച്ച വ്യക്തിയുടെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും സഹായവും നൽകുന്നതായി കുവൈറ്റ് അധികൃതരുമായി ചേർന്ന് പ്രവർത്തിച്ചു വരികയാണെന്ന് എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് അയവില്ല. അമേരിക്ക രഹസ്യമായി കരയുദ്ധം ആസൂത്രണം ചെയ്യുന്നതായി ഇറാൻ പാർലമെന്ററി സ്പീക്കർ ആരോപിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ആക്രമണങ്ങളെ ഇറാൻ വിദേശകാര്യമന്ത്രി അപലപിച്ചു. ഇസ്രായേൽ ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ വസതികൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഉപഭോക്താക്കളുടെ വിവരങ്ങളുടെ സുരക്ഷയും രഹസ്യാത്മകതയും ഉറപ്പാക്കാൻ രാജ്യത്തെ ബാങ്കുകൾ കർശനമായ ചട്ടക്കൂടിന് കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച KYC മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഉപഭോക്തൃ വിവരങ്ങളുടെ രഹസ്യാത്മകത സൂക്ഷിക്കാൻ ബാങ്കുകൾ ബാധ്യസ്ഥരാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. 2026 സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ബിൽ രാജ്യസഭ പരിഗണിക്കുന്നു. ഗ്രൂപ്പ് A ഓഫീസർമാരുടെയും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലെ മറ്റുദ്യോഗസ്ഥരുടെയും നിയമനവും സേവന വ്യവസ്ഥകളും പ്രതിപാദിക്കുന്നതാണ് ബിൽ. TMCയിലെ മുഹമ്മദ് നദിമുൽ ഹഖ് രാജ്യസഭയിൽ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് തുടക്കമിട്ടു. സംസ്ഥാനത്ത് സപ്ലൈകോ ഈസ്റ്റർ വിഷു ഫെയറുകൾ ഏപ്രിൽ 1 മുതൽ 14 വരെ സംഘടിപ്പിക്കും. സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ ഒഴികെയുള്ള വിൽപ്പനശാലകളാണ് ഈസ്റ്റർ വിഷു ഫെയറുകളായി മാറുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനും പശ്ചിമബംഗാളിലെ 1-ാം ഘട്ട തെരഞ്ഞെടുപ്പിനുമുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിലും ഏപ്രിൽ 23-ന് ഒറ്റഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പശ്ചിമബംഗാളിൽ 152 മണ്ഡലങ്ങളിലേക്കാണ് 23-ന് വോട്ടെടുപ്പ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് 10 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. LDFന്റെ പ്രചാരണാർത്ഥം മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയന്റെ കൊല്ലം ജില്ലാ പര്യടനം തുടരുകയാണ്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്, CPIM ജനറൽ സെക്രട്ടറി MA ബേബി എന്നിവരും പ്രചാരണ രംഗത്ത് സജീവമാണ്. NDAയ്ക്കായി CK പത്മനാഭൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. BJP നേതാവ് ഖുഷ്ബു സുന്ദർ നാളെ കോഴിക്കോട് മാവൂരിൽ NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിനായി പ്രചാരണത്തിനെത്തും. UDFനായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് പത്തനംതിട്ടയിലും കോട്ടയത്തും തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഏപ്രിൽ 9-നാണ് സംസ്ഥാനത്തെ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വീട്ടിൽ വോട്ട് പ്രക്രിയയ്ക്ക് ഇന്ന് തുടക്കം. 85 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൌരന്മാർ, 40%-ലധികം ഭിന്നശേഷിയുള്ളവർ, കിടപ്പ് രോഗികൾ എന്നിവർക്കാണ് ഹോം വോട്ടിംഗ് സൗകര്യമുള്ളത്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വൈകുന്നേരം 7:30-ന് ഗുവാഹത്തിയിലാണ് മത്സരം. ശബരിമലയിൽ പൈങ്കുനി ഉത്രം ഉത്സവത്തിന്റെ 8ാം ദിവസമായ ഇന്ന് രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം വിളക്കെഴുന്നള്ളത്ത് നടക്കും. നാളെ ശരംകുത്തിയിൽ പള്ളിവേട്ടയുമുണ്ട്. ഏപ്രിൽ 1-നാണ് ആറാട്ട്. സംസ്ഥാനത്ത് SSLC പരീക്ഷ പൂർത്തിയായി. ബയോളജിയായിരുന്നു അവസാന പരീക്ഷ. ഈ മാസം 5-നാണ് SSLC പരീക്ഷ ആരംഭിച്ചത്. നിർണായകമായ നീണ്ട പരീക്ഷാകാലം കഴിഞ്ഞതിന്റെ ആഹ്ലാദവുമായാണ് കുട്ടികൾ പരീക്ഷാ ഹാളിൽ നിന്നിറങ്ങിയത്. ഏഷ്യൻ കപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യ ഹോങ്കോങ് മത്സരത്തിന് നാളെ രാത്രി 7-ന് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം വേദിയാകും. 10 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം കൊച്ചിയിൽ കളിക്കാനെത്തുന്നത്. സംസ്ഥാനത്ത് ഗാർഹിക LPGയുടെയും ഇന്ധനങ്ങളുടെയും വിതരണത്തിൽ പ്രതിസന്ധിയില്ലെന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ K. ഹിമ. വാണിജ്യ LPG വിതരണത്തിൽ മാത്രമാണ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പരാതികൾ അറിയിക്കാൻ താലൂക്ക് തല LPG കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും കമ്മീഷണർ അറിയിച്ചു. LPG വഹിച്ചുകൊണ്ടുള്ള 2 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഹോർമൂസ് കടലിടുക്ക് കടന്നു. 94,000 ടൺ LPGയുമായുള്ള കപ്പലുകൾ 2 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ തീരത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.